ജമാൽ അവൻ ആര്? അല്ലെങ്കിലും അല്പം സാഹസികതയുണ്ടെങ്കിലേ പ്രേമത്തിനൊരു ത്രില്ലുള്ളൂ. എന്താ നീ പേടിച്ചു പോയോ? കാമുകന് വേണ്ടത് കാട്ടാളന്റെ കരുത്തല്ല, കരളുറപ്പാണ്. അത് നിനക്കില്ലേ? ഞാനാ. നിന്റെ മോന് ഈടെയായിട്ട് കണ്ണാടിയോടുള്ള സ്നേഹം കുറച്ച് കൂടുതലാണല്ലോ. എന്താ നിന്റെ കവളത്തൊരു പാട്? അപ്പൊ അത് ഈ കഷ്ടപ്പാടാ. കഷ്ടപ്പാടോ? അപ്പൊ ഈ കൺസ്ട്രക്ഷന്റെ ഇടയിലുള്ള ഒരു കഷ്ടപ്പാടേ. ജീവിതം മൊത്തം ഒരു കഷ്ടപ്പാടല്ലേ അച്ഛാ? കടപ്പാട്, ബദ്ധപ്പാട്, വേർപാട്, മുറിപ്പാട്, എടപ്പാട്, വെളിച്ചപ്പാട്, അങ്ങനെ ഒരുപാട്. ഇവന് ഞാൻ ഉദ്ദേശിക്കുന്ന അസുഖമാണെങ്കിൽ നെല്ലിക്ക നല്ല തണുത്ത വെള്ളത്തിലിട്ട് 3 നേരം ഉച്ചയിൽ ധാര കോരിയാ മതി. ശരിയാ, അനുഭവസ്ഥര് പറഞ്ഞ എനിക്ക് വിശ്വാസം. ഒരു മിനിറ്റ് ഒന്നുകൂടി വരൂ. വാന്നൊരു കാര്യം പറട്ടെ. എന്താ അത്ര സ്വകാര്യം? സോറി മാഡം, അത് ഞങ്ങൾ ആണുങ്ങൾ പേഴ്സണൽ ആയിട്ട് സംസാരിക്കേണ്ട കാര്യം. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഒന്ന് വരൂ. അച്ഛൻ സംശയിച്ചത് ശരിയാ. എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ കണ്ണാടിയിൽ എത്ര നോക്കിയിട്ട് മതി വരാതിരിക്കുക. ഇട്ട ഡ്രസ് പോരാന്ന് തോന്നുക. മുടി ചീകിട്ടും തൃപ്തി വരാതിരിക്കുക. ഇതൊക്കെ എന്തിന്റെ ലക്ഷണങ്ങളാ അച്ഛാ? അത് നേരത്തെ പറഞ്ഞല്ലോ. എന്ത് ഭ്രാന്ത്? അതെ, ഈ പ്രേമവും ഒരു തരം ഭ്രാന്ത് തന്നെയല്ലേ അച്ഛാ? എന്തല്ല അങ്ങനെ ആ ഒരു തൊല്ലയും പോയി. എന്തൊരു ബഹളമായിരുന്നു. തലവെട്ടിക്കളയും കുടലെടുത്തുകളയും. ഇപ്പതേ കണ്ടില്ലേ, മതയാനെ ബലങ്ങ് വെച്ച് കൊണ്ടുപോണ പോലെ കൊണ്ടുപോകണം നമ്മടെ അളിയനെ. എന്റെ കുഞ്ഞുമ്മക്ക, പട്ടി ഏറ് വാങ്ങാനും മനുഷ്യന്റെ തലയിലെത്ത് നേരെ ആവാനും അധികം സമയം വേണം. എന്തായാലും കുഞ്ഞുമ്മക്ക രക്ഷപ്പെട്ടു. അലങ്കാരത്തിനാണെങ്കിലും കഴുത്തിന് മേലെ സ്വന്തമായിട്ടൊരു തല ഉണ്ടാവുമല്ലോ. ഫോറസ്റ്റ് ഗാർഡിനെയാണ് കുത്തിയത്. യബൻ കുറച്ചു കാലം ഗോതമ്പുണ്ട മിഴുങ്ങേണ്ടി വരും. നോക്കള് നിന്നെ നോക്കണല്ല, കുഞ്ഞുമ്മക്കാനെ. അല്ല നിന്നെ. കുഞ്ഞുമ്മക്കാനെ വിളിക്കണ. നിന്നെയാണ് വിളിക്കണത്. അല്ല കുഞ്ഞുമ്മക്കാനെ. ആണോ? എന്തല്ലോ അങ്ങോട്ട് ചെല്ല്. എന്തിനാ പേടിക്കണത്? ധൈര്യമായിട്ടിരിക്കി. കയ്യില് വിലങ്ങ്, കൂടെ പോലീസുകാര്. അളിയന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കാൻ ഇതുപോലെ ഒരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ധൈര്യമായിട്ട് ചെല്ല്. കൂടെ ഞാനുണ്ടെന്നേ. ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ചെല്ല്. ഞാൻ തന്നെ. എന്താണ്ടാ? തൽക്കാലം ഞാൻ പോണു. തിരിച്ചു വരുമ്പോ ഞാനും ഓളുമായിട്ടുള്ള നിക്കാഹ് നടക്കണം. അതിനുള്ളിൽ അവനെ ഇവിടുന്ന് അടിച്ചോടിച്ചില്ലെങ്കിൽ വയ്യത്തായ എന്റെ ബാപ്പയാണ് സത്യം. തന്റെ കുടല് ഞാൻ എടുക്കും. കുഞ്ഞുമ്മക്ക പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോ. ജമാലല്ലേ പറഞ്ഞത്, അവൻ ചെയ്തിരിക്കും. ഉമ്മക്ക് അനുഭവമുള്ളതാണ്. പ്രേമോന്ന് പറഞ്ഞാ പെരുമ്പാമ്പ് മാതിരിയാണ്. ചുറ്റി വരിഞ്ഞിട്ട് ഒടുക്കോങ്ങ് വീങ്ങും. ആ പാവം പെരുമ്പാമ്പ് അതങ്ങ് വിഴുങ്ങിക്കോട്ടെ അല്ലേ. നല്ല പൊരുത്തുള്ള ജോഡികള്. നമുക്ക് പാടില്ല. ജമാലിന്റെ കെട്ട് നടന്നില്ലെങ്കിൽ നിന്റെ മയ്യത്തിട്ട് നടക്കും. എന്തിനാ കുഞ്ഞുമ്മക്ക വെറുതെ ഇങ്ങനെ കൊതിപ്പിക്കണത്? അവൻ വരണ്ട്. കാശെന്ന് പറഞ്ഞ അവൻ കമിഴ്ന്നടിച്ചു വീഴും. പിന്നെ ഒരു കാര്യം, ജമാലിന് വേണ്ടിയാണ് കണ്ണനെ തല്ലുന്നതെന്ന് ഇവനോട് പറയണ്ട. എന്തിനാ നിങ്ങൾ എന്നെ വിളിപ്പിച്ച്? പിടിക്ക്. എന്റെ 10,000 രൂപ. എന്തിനാ? ഈ ഒരുത്തനെ തല്ലണം. ഒരു വരുത്തനെ അല്ലാനോ? ഒരു മുസൽമാന്റെ തല്ല് തന്നെ ഓൻ കൊള്ളണം. പേടിക്കണ്ട, കൂടെ തല്ലാൻ ഈ നസ്രാണിയും കാണും. തല്ലാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ പറപ്പാ. അത് തല്ലി കഴിഞ്ഞ ശേഷം പറയാം. കാര്യം ഭംഗിയാക്കിയ 2 പേർക്കും ഇനിയും കിട്ടും പണം. എങ്കിൽ നമ്മൾ അവന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒന്നൊന്നായി തല്ലിച്ചതയ്ക്കണം. പക്ഷെങ്കിൽ കണ്ണും കാതും മാത്രം ബാക്കി വെച്ചേക്കണം. അതെന്തിനാ? വിൽക്കാൻ അല്ല, ഓന്റെ മുഖത്ത് നോക്കി എനക്ക് 2 വർത്താനം പറയണം. 24 മണിക്കൂറിനകം കണ്ണും കാതും മാത്രമുള്ള ഒരു പാഴ്സല് ഞങ്ങൾ കുഞ്ഞുമ്മക്കാന്റെ കൺമുമ്പിൽ കൊണ്ടിട്ടിരിക്കും. ഹലോ 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 ഹലോ. വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. ഞങ്ങൾ തന്നെ തല്ലാമെന്നതാ. തല്ലാനോ? എന്തിന്? എന്തിന് ഏതിനെന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടാട്ടാ. അതെ, ഞങ്ങൾ അങ്ങോട്ട് 2 ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം തന്നാ മതി. എന്താണാവോ നിങ്ങളുടെ ചോദ്യം? പറയാം. ആനയുടെ മർമ്മം എവിടെ?
ആനയുടെ മർമ്മം മസ്തകത്തിൽ. അപ്പൊ തന്റെ മർമ്മം എവിടെ? എന്റെ മർമ്മം അങ്ങനെയുണ്ട്. ഇതെങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? കൊള്ളാം. അമ്മേ, നീ എന്നെ തല്ലിയോ? ഇതെന്താ കാവടിയാട്ടോ? ഹലോ, എന്റെ ബാപ്പ പണ്ടൊരു കാവടിയാട്ടക്കാരനായിരുന്നു. നിലത്ത് നിർത്താളെ എന്നിട്ടിരിക്കേ. എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരാളെ തല്ലാൻ വിട്ട് എന്നിട്ട് പരസ്പരം തല്ല ശരിയാണോ? വളരെ മോശമല്ലേ? പൈസ വാങ്ങിയാൽ തീർച്ചയായും തല്ലണ്ട. തല്ലണം. താഴേക്ക് ഡൗൺ. പോട്ടെ പോട്ടെ. ഓക്കെ. ഇടി കൊണ്ടപ്പോ വെയിറ്റ് കൂടിയാ. അവന്റെ അച്ഛനെയൊന്നും ഉമ്മർത്ത് കാണില്ലല്ല. ഈ പരുവത്തിൽ അവരൊന്ന് കാണേണ്ടതായിരുന്നു. എന്തല്ലാ നിക്കടാ. മാളിയേക്കര തറവാട്ടിലെ പെണ്ണിനെ മോഹിച്ച ഇതാണ് ഗതി. അന്ന് നീ ജമാലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട്, പക്ഷേ ഈ കുഞ്ഞാമതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. മൂസൂട്ടി എവിടെ? അവന്റെ അടിയായിരിക്കും അവനെ പരുവത്തിലാക്കിയത്. അല്ല, നിന്റെ കണ്ണിന് എന്ത് പറ്റി? സുറുമ എഴുതിയതാ. യന്ത്രമനുഷ്യൻ ഒന്ന് തിരിഞ്ഞേ. നീയാ? എന്ത് പാര? 10,000 രൂപ നമ്മുടെ എണ്ണി മേടിക്കുമ്പോ നീ ഓർക്കണമായിരുന്നു. എല്ലടാ സാക്ഷി? അതെ, ഞാൻ ഇനി പലതിനും സാക്ഷിയാകേണ്ടി വരും. എന്റെ എല്ലാ അവയവങ്ങളും അവന് തന്നെ തനച്ചു. കണ്ണും കാതും മാത്രം ബാക്കി വെച്ചു അല്ലേ? അല്ല, ഈ ഒരു കയ്യും കൂടി മാറ്റി വെച്ചു. ഇതെന്തിനാണ്? എടാ മൂസൂട്ടി, അന്റെ അടി നമുക്ക് വെറും തൂവൽ സ്പർശാണ്. സ്റ്റൂള് തെറ്റി. ഓ അത് ശരി, ആത്മഹത്യാശ്രമം. കൊള്ളാം. എടാ കഴുതേ, ആരെങ്കിലും ഈ പഴഞ്ച ഏർപ്പാട് കൊണ്ട് നടക്കുമോ? ഇന്ത്യ ആണവരാഷ്ട്രമായി സ്വയം പ്രഖ്യാപിച്ച നൂറ്റാണ്ടായത്. ഹൈടെക്. ഈ ഹൈടെക് യുഗത്തിൽ ആരെങ്കിലും തൂങ്ങിച്ചാവൂടാ? എടാ, ഒന്നുകിൽ ഗ്യാസ് സ്റ്റൗ, അല്ലെങ്കിൽ നനഞ്ഞു തോർത്തിട്ട് കറണ്ടെ പിടിക്കുക. ഇനി ഇതൊന്നുമല്ല, വേദനയില്ലാത്ത മരണമാണ് ആവശ്യമെങ്കിൽ പൊട്ടാസ്യം സയനൈഡ്, ബി കോംപ്ലക്സ് പോലെ ഏത് മുറുക്കാക്കടലും കിട്ടും. കോക്കറി കാണിക്കല്ലേ, കോക്കറി കാണിക്കല്ലേ. മനുഷ്യനോട് നടുവും തല്ലി വീണ് ചാവാറായിട്ട് നിൽക്കുമ്പോഴാ മാതാമാക്ഷര് പഠിച്ച തമാശ. അല്ല, നീ എന്തിനാ ഇത് ഇവിടെ തൂക്കിയത്? നിന്റെ മുറിയിലാവായിരുന്നില്ലേ? അവിടെ ആവുമ്പോ ആരും അറിയില്ല. അത് ഈ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ റൂമല്ല. അവിടുത്തെ റൂഫിന് ഹൈറ്റ് ഇല്ല. റൂഫിന് ഹൈറ്റ് ഇല്ലാന്ന്. അച്ഛനും മോനും വീണ്ടും തുടങ്ങിയോ? കണ്ടില്ലേ മോന്റെ പുതിയ ഹൈടെക്? അയ്യോ, എന്താ ഇത്? നീ എന്തിനാ ഈ കുറുക്കിട്ടത്? ചുമ്മാ ചുമ്മാതല്ല, നമ്മുടെ മോന് ഈ ഇടയായിട്ട് വേണ്ടാത്ത എന്തൊക്കെയോ തോന്നി തുടങ്ങി. കൂടോത്ര അറിയുന്ന മുസ്ലിംമാരപ്പുറത്ത്, അവരെന്തെങ്കിലും ചെയ്ത് കാണോ? ഇടി കുട്ടിച്ചാത്തൻ ആരെങ്കിലും കൂടോത്രം ചെയ്യുവോ? എന്റെ ദേവി,
ബാപ്പയും ഉമ്മയും മരിച്ചപ്പോ തലയിലാവുന്ന് കരുതി സ്വന്തം കുടുംബക്കാർ പോലെ ഇട്ടെറിഞ്ഞു പോയതാ നമ്മളെ. എങ്ങനെയൊക്കെയോ ഇവിടം വരെ എത്തി. ഇനി ആ വീടിന്റെ കടം കൂടി തീർത്തിട്ട് വേണം നിന്നെ കെട്ടിച്ചയക്കാൻ. എന്തിനാ അതൊക്കെ ഇപ്പൊ പറയണേ? ഒരിക്കലും ഈ എത്തിയെ പോലെ ആവരുത്. നീ എങ്ങനെ രക്ഷപ്പെടണം. ആ ഗ്ലാസിങ് എടുത്തു തരുമോ? എന്താ ഇത്? എന്തിനാ ഇത്? ആവശ്യമുണ്ട്. എന്താ ഇത്? മൂട്ടവിഷം. എന്റെ റബ്ബേ, എന്തിനാ ഇപ്പൊ മൂട്ടവിഷം? മൂട്ടയെ കൊല്ലാൻ. അതിനീ പോരയിലെ മൂട്ടയില്ലല്ലോ. എന്റെ പടച്ചോനെ, വല്ല ഇബിലിസോ ജിന്നോ എന്റെ മോളുടെ മേത്ത് കൂടിയാ. നിന്നോട് ആരാ പറഞ്ഞു ഇതൊക്കെ ചെന്ന് പറയാൻ? എന്താ മോളെ ഇത്? ഓള് ഇനി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നോ എന്റെ പേടി. എത്ര നേരം ഒന്ന് വെച്ചിട്ടാ കാവലിരിക്കുക? പിന്നിപ്പോ എന്താ ചെയ്യുക? അരുതാത്ത ബന്ധത്തിന് സമ്മതം മൂളാനോ? ഓളിപ്പോ എന്തെടുക്കുക? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കുവാണാ? അതിലിനി വിഷം കലർത്തിയിട്ടുണ്ടാ? അത് ഞാൻ പരീക്ഷിച്ചു. എങ്ങനെ? അതിന്ന് കുറച്ചെടുത്ത് ആദ്യം മൂസൂട്ടിക്ക് കൊടുത്തു. എന്റെ അല്ലോ, വിഷം പരീക്ഷിക്കാനാണ് നമ്മളെ പാലൂട്ടി തീറ്റിച്ചത്. വിഷം അകത്ത് എന്നാലും ചാവാത്ത ചെയ്താനായത് വിശ്വസിച്ചൂടാ. ഹലോ, അവിടെ സ്ഥിതിഗതികൾ എങ്ങനെയുണ്ട്? വല്യമ്മയും കുഞ്ഞമ്മയും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവിടെ ശരിക്കും ഏറ്റു. ആഹാ, ഇവിടെ ചീറ്റി. പക്ഷേ ഇതിന്നൊരു സത്യം എനിക്ക് മനസ്സിലായി. എന്താ അത്? അച്ഛൻ 100% എന്റെ അച്ഛൻ തന്നെയാ. ഒരു കലർപ്പുമില്ല. എന്റെ തങ്കപ്പേട്ട. മനുഷ്യന്റെ സ്ഥിതിയല്ലേ തങ്കപ്പേട്ട. നമുക്കിനി എന്നും ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. മരണത്തിന്റെ അവസരമല്ലേ തങ്കപ്പേട്ട. വിധി വന്നിങ്ങനെ മുമ്പിൽ നിന്നാ നമുക്കെന്ത് പറയാൻ പറ്റും തമ്പക്കേട്ട? അല്ല തങ്കപ്പേട്ട. തങ്കപ്പേട്ടനോ? അതെ, വേറൊന്നുമല്ല. എന്റെ തങ്കപ്പേട്ട, ഒരു പക്ഷേ നമ്മൾ തമ്മിലുള്ള ഒരു അവസാന ഫോൺ വിളിയായിരിക്കും ഇത്. ആത്മഹത്യ ചെയ്യാൻ ആരുടെ ഔദാര്യമൊന്നും നമുക്ക് ആവശ്യമില്ല തങ്കപ്പേട്ട. ഉണ്ടോ തങ്കപ്പേട്ട? എന്താ തങ്കപ്പേട്ട? എന്താ ജസ്റ്റ് എ മിനിറ്റ്. ആ, ഇത് കഴിച്ചോ. എന്താ ഇത്? കണ്ണൻ കെയർ ഓഫ് മാധവൻ നായർ. അയ്യേ, ഇതെന്റെ അഡ്രസ് അല്ലേ? അതെ. എന്തിനത്? എടാ, മനുഷ്യന്റെ കാര്യമല്ലേ. ആ. ആത്മഹത്യ സംഭവിക്കുന്നത് വഴി വെച്ചെങ്ങാനുമാണെങ്കിൽ ഡെഡ് ബോഡി കൃത്യമായി വീട്ടിലെത്തണമല്ലോ. എപ്പോഴും പോക്കറ്റ് വെച്ചു. തങ്കപ്പേട്ട സംസാരിച്ചോ. സംസാരിച്ചോ. തങ്കപ്പേട്ട, അതും ചീറ്റി.